പൊന്നാനി, വടകര, കോട്ടയം, ആലത്തൂർ മണ്ഡലങ്ങളിലെ ഏതാനും ബൂത്തുകളിൽ ഇപ്പോഴും പോളിംഗ് തുടരുകയാണ്. പൊന്നാനിയിലെ 26 ബൂത്തുകളിലാണ് ഇപ്പോഴും ക്യൂ ഉള്ളത്. പോളിംഗ് അവസാനിച്ച 6 മണിക്ക് ക്യൂവിൽ ഉണ്ടായിരുന്നവർക്കെല്ലാം ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അവസരം നൽകുകയാണ്. വിശദാംശങ്ങളുമായി പൊന്നാനിയിൽ നിന്നും റഹീസ് റഷീദ് ചേരുന്നുണ്ട്. റഹീസ്, എന്താണ് ഇപ്പോഴും പോളിംഗ് തുടരാൻ ഇപ്പോഴും അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതിന് ഒരു കാരണം എന്താണ്? ഇപ്പോൾ വോട്ടിംഗ് നടക്കുന്ന പല ബൂത്തുകളിലും രാവിലെ വോട്ടിംഗ് താമസിച്ച് തുടങ്ങിയ സ്ഥലമാണ്. ഒപ്പം ചിലയിടങ്ങളിൽ ഉള്ള ഒരു പ്രശ്നം, ഉച്ചയ്ക്ക് ശേഷം ആളുകൾ കൂടുതലായി വോട്ട് ചെയ്യാൻ വന്നു. വി വി പാറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ വോട്ടെടുപ്പ് നടക്കുന്ന വേഗത്തിൽ പല സ്ഥലത്തും നടന്നില്ല. ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് അടക്കം ഇതിനൊരു കാരണമാണ്. അതൊക്കെ കൊണ്ടാണ് വോട്ടിംഗ് ഇപ്പോഴും പല സ്ഥലത്തും നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 26 ബൂത്തുകളിൽ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ വോട്ടെടുപ്പ് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ്. ഏറ്റവും കൂടുതൽ നടക്കുന്നത് തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിലാണ്. അവിടെ 9 ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടുകൾ നടക്കുന്നുണ്ട്. തൃത്താലയിൽ മാത്രമാണ് പൂർണ്ണമായും വോട്ടെടുപ്പ് ഇതിനകം തന്നെ കഴിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും അവസാനം പൊന്നാനിയിലെ പോളിംഗ് ശതമാനം 74.48 ആണ്. പൊന്നാനിയിലെ പോളിംഗ് ശതമാനം കഴിഞ്ഞ വർഷം 73.84% പൊന്നാനിയിലും ആലത്തൂർ മണ്ഡലങ്ങളിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടത് കൊണ്ട് തന്നെ ഇപ്പോഴും പോളിംഗ് നടക്കുകയാണ്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത് പൊന്നാനിയിൽ നിന്നും.